അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവസാനത്തെ 10 നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടല്ലോ. ഒരാൾക്ക് ജീവിതത്തിൽ ലൈലത്തുൽ ഖദർ ലഭിച്ചാൽ ആ ഒറ്റ രാത്രി കൊണ്ട് തന്നെ 83 വർഷവും ചില്ലറ മാസവും ഇബാദത്ത് ചെയ്ത പ്രതിഫലം. എന്തൊരു ഭാഗ്യവാനാണ്. ജീവിതത്തിൽ 1-2 ലൈലത്തുൽ ഖദർ ലഭിച്ചാൽ തന്നെ രക്ഷപ്പെട്ടല്ലോ. ലൈലത്തുൽ ഖദറിന്റെ അന്ന് നമ്മൾ എന്ത് ഇബാദത്ത് ചെയ്താലും 83 വർഷം ആ ഇബാദത്ത് ചെയ്ത കൂലി എന്നെല്ലാം പറഞ്ഞാൽ എന്തുമാത്രം പ്രതിഫലമായി. നമുക്ക് ഇനിയുള്ള നാളുകൾ കൂടുതൽ സജീവമായി ഇബാദത്തിൽ വ്യാപൃതരാവാൻ കഴിയണം. കൂടുതലായിട്ട് ലൈലത്തുൽ ഖദറിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ന് പണ്ഡിതന്മാര് വിശദീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ എല്ലാവർക്കും രാത്രി മുഴുസമയം മഹാന്മാരെ പോലെ സ്വാലിഹീങ്ങളെ പോലെ ഉറക്കൊഴിവാക്കാൻ കഴിഞ്ഞോളന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ചുരുങ്ങിയ സമയം സജീവമാവുന്നുണ്ടെങ്കിൽ ആ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്തൊക്കെ ചെയ്തു തീർക്കണം എന്നും മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. രാത്രി മുഴുവനായിട്ട് നമുക്ക് സജീവമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ: ഒന്ന്, അഫുവിന് വേണ്ടി മാഫിയത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അഥവാ അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദുആ അധികരിപ്പിക്കണം. ലൈലത്തുൽ ഖദർ എപ്പോഴാണ് എന്ന് അറിഞ്ഞാല് ഞാനെന്താ ചൊല്ലേണ്ടത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടിയാണല്ലോ അത്. അപ്പൊ ലൈലത്തുൽ ഖദറിൽ ചൊല്ലൽ ഏറ്റവും കൂടുതൽ പുണ്യകരമായ ദിക്റുകളിൽ ദുആകളിൽ പെട്ട ഒരു ദുആ ആണിത്. രണ്ടാമത്തത്, കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവും. അത് ധാരാളമായിട്ട് ചെയ്യാം. നമുക്ക് ഏതായാലും രാത്രി മൊത്തറക്കൊഴിയാൻ ചിലപ്പോ എല്ലാ രാവുകളിലും അവസാനത്തെ 10 എല്ലാ രാവുകളിലും കഴിഞ്ഞോണമെന്നില്ല. അപ്പൊ കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ആയത്തുൽ കുർസി ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് എന്ന് വന്ന ആയത്താണല്ലോ. അത് കുറെ ഓതുക. ഇദാ സുൽസിലത്തി സൂറത്ത് ഖുർആന്റെ പകുതി ആണെന്നല്ലേ 2 വട്ടം ഓതിയ ഒരു ഖത്മ് തീർത്ത കൂലി. അത് നിശ്ചിത എണ്ണം വെച്ച് ഓതുക. സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിന്റെ 3/1 അതും കുറെ ഓതുക. പിന്നെ സൂറത്തു കാഫിറൂൻ ഖുർആന്റെ 4/1 എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആയത്താണല്ലോ. അതും കൂടുതലായിട്ട് ഓതുക. പിന്നെ 10 ഖത്മ് തീർത്ത പ്രതിഫലവും ഖുർആനിന്റെ ഹൃദയം എന്നൊക്കെ വിശേഷിപ്പിച്ച സൂറത്തു യാസീൻ അതൊരു തവണയെങ്കിലും ഓതാതിരിക്കരുത്. അൽ ബഖറ സൂറത്തിലെ അവസാനത്തെ ആയത്തുകളുണ്ടല്ലോ, നമ്മൾ ഹദ്ദാദിലൊക്കെ ചൊല്ലുന്ന അതും നമ്മൾ ഓതണം. കാരണം തഹജ്ജുദ് നിസ്കാരത്തിന് പകരമായിട്ട് നിൽക്കുന്നതും രാത്രിയിലുള്ള കാവലിനൊക്കെ മതിയാവുന്ന ആയത്തുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആയത്തുകളാണല്ലോ. ഹദ്ദാദ് റാത്തീബ് മറക്കില്ല. പതിവായി ഓതുന്ന വാഖയയും മുൽക്കും എന്തായാലും ഒഴിവാക്കില്ലല്ലോ. ഇതുപോലെ ഇസ്തിഗ്ഫാർ, തസ്ബീഹ്, ദിക്റുകൾ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്, ഇതും കൂടുതലായിട്ട് നമുക്ക് കഴിയുന്നത് പോലെ പരമാവധി ചൊല്ലണം. ഇതിന്റെയൊക്കെ പുറമെ ഏറ്റവും മർമ്മപ്രധാനമായിട്ട് ആലോചിക്കേണ്ടത് ഇശാ, സുബ്ഹ്, മഗ്രിബ് ഈ 3ഉം ജമാഅത്തോടെ നിർവഹിക്കുന്നതിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാവണം. ഇത് 3ഉം ജമാഅത്തോടെ നിർവഹിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് പ്രതിഫലം ഉണ്ട്. ലൈലത്തുൽ ഖദറിന്റെ ഒരു വലിയ ഭാഗം തന്നെ ലഭിക്കും. തസ്ബീഹ് അധികരിപ്പിക്കാൻ ഒരു തസ്ബീഹ്കാരെങ്കിലും ചുരുങ്ങിയത് നിസ്കരിച്ചാൽ മതിയല്ലോ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. രാത്രി മുഴുവൻ ഹയാത്താക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇതെങ്കിലും ചെയ്ത് സജീവമാക്കണം എന്നാണ് മഹാനായ ഇമാം സ്വാവി റളിയല്ലാഹു അൻഹു ഒക്കെ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത്. ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിച്ച വിഭാഗത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ.